നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒരു പാട്ടിനെ കുറിച്ചാണ്. വളരെ പ്രസിദ്ധമാണ് പാട്ട്, എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. അതൊരു ഭജനപ്പാട്ട് കൂടിയാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന സംഗീത ഭജനകളിൽ ആ പാട്ട് പാടാറുണ്ട്. ഓച്ചിറ പരബ്രഹ്മമൂർത്തിയെക്കുറിച്ചുള്ള ഒരു മനോഹരമായിട്ടുള്ള ഗാനം. ആ ഗാനത്തിൻ്റെ സംഗീതം ശ്രീ വിദ്യാധരൻ മാസ്റ്ററാണ്. അതിന്നും എല്ലാവരുടെയും നാവിൻ തുമ്പിൽ ഇങ്ങനെ തത്തിക്കളിക്കാറുണ്ട്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ എന്നൊക്കെ പറയുന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ്. അതിൻ്റെ തുടക്കം മുഴുവൻ നല്ല നല്ല ഈരടികളാണ് അതിൻ്റെ ഓരോ വരികളും. അതിൻ്റെ അവസാന രംഗത്ത് ഗാനരചയിതാവ് ഒരല്പം ഒരു രസകരമായൊരു കുസൃതി കാണിച്ചു വെച്ചിട്ടുണ്ട്. ആ കുസൃതി ഇതാണ്: കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. താണ്ഡവം, സംഹാര താണ്ഡവം ആടുന്ന നേരത്തും ശൃംഗാരകേളികൾ ആടുന്നു. ഇങ്ങനെ രണ്ട് വരികൾ മഹാദേവനായ ശ്രീപരമേശ്വരനെ കുറിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത്. ഓംകാരമൂർത്തി ഓച്ചിറയിൽ എന്ന് പറയുന്ന ഓച്ചിറയിലെ പരബ്രഹ്മം സാക്ഷാൽ ശിവനാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ ശിവനെക്കുറിച്ചാണ് ഈ എഴുതി വച്ചിരിക്കുന്നത് ഈ രണ്ട് വരികൾ. അത് രണ്ടും ശരിയാണോ? കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ കുന്നിൻ്റെ മകൾ ആരാണ്? നമുക്കറിയാം, പാർവതി ദേവിയാണ്. കുന്ന് ഇവിടെ ഹിമാലയ പർവ്വതമാണ്. ഹിമാലയത്തിൻ്റെ മകളാണ് പാർവതി ദേവി. ശൈലത്തിൻ്റെ പുത്രി ആയതുകൊണ്ട് ശൈലജ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ ഏക ഭാര്യ അതാണ് പാർവതി ദേവി. മറ്റൊരു ഭാര്യ തൻ്റെ ജീവിതത്തിൽ പരമശിവൻ ഉണ്ടായിട്ടില്ല. എങ്കിലും ആ ഭാര്യയറിയാതെ ഗംഗാദേവിയുമായി ഭാര്യാഭർത്തൃ ജീവിതം നയിക്കുന്നു. യഥാർത്ഥത്തിൽ അതൊരു അവിഹിത ബന്ധമാണെന്ന മട്ടിലാണ് എഴുതി വച്ചിരിക്കുന്നത്. കുന്നിൻ മകളറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ എന്ന് ഗാനരചയിതാവ് വളരെ തന്മയത്വത്തോട് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു വസ്തുതയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒരിക്കലും ഇത് വസ്തുതയല്ല. ശ്രീപരമേശ്വരൻ തൻ്റെ ഭാര്യയായി ഗംഗയെ ഒരു സ്ഥലത്തും ഗണിച്ചിട്ടില്ല. ഗംഗാദേവിയായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ആ ഗംഗാദേവിയായിട്ടുള്ള ബന്ധത്തിന് കാരണവും പരമശിവനോ ഗംഗയോ അല്ല, മറിച്ച് ആരാണ്? ഒരു മനുഷ്യനാണ്. ഭഗീരഥൻ എന്നു പേരുള്ള രാജാവിൻ്റെ പ്രപിതാമഹന്മാർക്ക് വേണ്ടി, എന്താ പറയുക, പിതാമഹന്മാരുടെയൊക്കെ പിതാമഹന്മാർക്ക് വേണ്ടി ശാപഗ്രസ്തരായിട്ട് മരിച്ച് ഭൂമിയിലുമല്ല പാതാളത്തിൽ പോയി മണ്ണടിയേണ്ടി വന്ന സകരപുത്രന്മാരായ തൻ്റെ പ്രപിതാമഹന്മാർക്ക് മോക്ഷം കിട്ടുന്നതിന്, അവർക്ക് ബലിതർപ്പണം നടത്തുന്നതിന് സുരലോക നദിയായ ഗംഗയിൽ തന്നെ ബലിതർപ്പണം നടത്തണമെന്നാണ് വിധി ഉണ്ടായത്. അതുകൊണ്ട് ഭഗീരഥൻ തപസ്സനുഷ്ഠിക്കുകയാണ്. അതാണ് ഭഗീരഥ പ്രയത്നമെന്ന് പറയുന്നത്. ഭഗീരഥൻ്റെ അച്ഛൻ ദിലീപൻ തപസ്സനുഷ്ഠിച്ചിട്ട് പോലും സാധിക്കാത്തത്, ദിലീപൻ്റെ അച്ഛനായ അംശുമാന് തപസ്സനുഷ്ഠിച്ചിട്ടും സാധിക്കാത്തത്, ഈ ഭഗീരഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും തുടരുകയാണ്. മൂന്നാമത്തെ തലമുറയാണെന്ന് ഓർക്കണം ഈ തപസ്സനുഷ്ഠിക്കുന്നത്. അങ്ങനെ തപസ്സനുഷ്ഠിച്ച് ഗംഗാദേവി പ്രത്യക്ഷമായപ്പോൾ ഭഗീരഥൻ ചോദിച്ച ഒരു ആവശ്യം എന്താണെന്നറിയാമോ? ഗംഗാദേവി ഭൂമിയിലേക്ക് ഒഴുകണം, പാതാളത്തിലേക്ക് ഒഴുകണം, എൻ്റെ പിതാമഹന്മാർക്ക് മോക്ഷം നൽകണം. അപ്പോൾ ഗംഗ പറഞ്ഞതൊരു ശാസ്ത്ര സത്യമാണ്. ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു, സുരലോക നദിയായ ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ എൻ്റെ പതനം താങ്ങാനുള്ള ശേഷി ഭൂമിക്കുണ്ടാവുകയില്ല. അതങ്ങനെയാണല്ലോ. വെള്ളം കുത്തനെ വന്ന് പതിക്കുന്ന സ്ഥലത്ത് ഭൂമി തകർന്നു പോകും. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഗംഗ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് വന്ന് ഏതെങ്കിലും ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ പതിക്കണം. അത് ആ സമയത്ത് എന്നെ അതിന് താങ്ങാനുള്ള ശേഷി മഹാദേവനായ ശ്രീപരമേശ്വരന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തോട് നീ ചെന്ന് പറയുക, അദ്ദേഹം അതിന് വഴിയുണ്ടാക്കും. ഭഗീരഥൻ ചെന്ന് ശ്രീപരമേശ്വരനോട് പറയുന്നു. അപ്പോൾ പരമേശ്വരനോട് പറയുമ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കുകയും തൻ്റെ ജഡ മുഴുവനും അഴിച്ചിട്ട് ഹിമാവൽ സ്ഥാനക്കുള്ള മുകളറ്റത്ത് പോയി നിൽക്കുകയും അവിടേക്ക് സുരലോക നദിയായി ഗംഗ വന്ന് പതിക്കുകയും ശിവൻ്റെ ജടാമകുടത്തിലൊരു ജലബിന്ദുവായി ഗംഗ വരികയും ആ ഗംഗയെ ജടാമകുടത്തിനകത്ത് നിന്ന് പതുക്കെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഒരു ടാങ്കിൽ നിന്ന് വെള്ളം താഴേക്ക് പതുക്കെ പതിക്കുന്ന അതേ പ്രതീതിയിൽ ഗംഗ ഭൂമിയിലേക്ക് ഒഴുകുന്നു എന്നാണ് ചരിത്രം, പുരാണങ്ങളൊക്കെ പറയുന്നത്. അത്രയും ഒരു ബന്ധം മാത്രമേ ശിവനും ഗംഗയുമായിട്ടുള്ളൂ. അത് ശരിക്കും എന്താ, ഭഗീരഥൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആഗ്രഹപ്രകാരം അപേക്ഷപ്രകാരം ചെയ്ത ഒരു പുണ്യപ്രവൃത്തി എന്ന് പറയാം. അതിനപ്പുറത്തേക്കൊരു ഭാര്യാഭർത്തൃ ബന്ധമോ ഒരു കാമുക ബന്ധമോ പുരാണത്തിൽ എവിടെയും വരച്ചു ചേർത്തിട്ടില്ല.
പിന്നെ ഇത് ആരാ ചേർത്തത്? ഇത് കവികളാണ്. സാധാരണ കവികൾ ഒക്കെ അവരുടെ കാവ്യമായ അപാരേ കാവ്യസംസാരേ കവിരേവ പ്രജാപതി എന്നാണല്ലോ. അവൻ്റെ കാവ്യസംസാരത്തിൽ കവി രാജാവും പ്രജാപതിയുമാണ്. ഇഷ്ടമുള്ളതൊക്കെ എന്ത് ചെയ്യാം, തൻ്റെ കാവ്യത്തിനകത്ത് ചെയ്തു വെക്കാൻ കവിക്ക് ആരും ഒന്നും ചോദിക്കില്ല. അങ്ങനെ എഴുതപ്പെട്ട ഒരു കഥയാണ്. ആ എഴുതപ്പെട്ട കഥ പലരും ശരിയാണെന്ന് കരുതുകയും ഗംഗ ശിവൻ്റെ ഭാര്യയാണെന്ന് കരുതുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വിഡ്ഢിത്തരമാണ്. സാക്ഷാൽ ശ്രീപരമേശ്വരൻ ഏകഭാര്യ വ്രതക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ പാർവതീദേവി മാത്രമാണ്. ഭാര്യാഭർത്തൃ സങ്കല്പം തന്നെ പറയുമ്പോൾ ഉമാമഹേശ്വരന്മാർ എന്നുള്ളതാണ് ഉപമ തന്നെ വരുന്നത്. കാരണം അത്രയ്ക്കും മഹത്തരമാണ് ആ ബന്ധം. ആ ബന്ധത്തിനകത്തൊരു കല്ലുകടിയല്ല ഒരിക്കലും ഗംഗ. അതുകൊണ്ട് തന്നെ ഗംഗയെ പ്രണയിനിയായിട്ട് പലരും എഴുതിയിട്ടുണ്ട്. പ്രിയ സഖി ഗംഗയെ പറയൂ, പ്രിയ കാമുകൻ എവിടെ എന്നൊക്കെ ചോദിക്കുന്ന രംഗം പണ്ടേ നമ്മുടെ ONV കുറുപ്പും വയലാർ രാമവർമ്മയൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ കാവ്യഭാവന. അതുപോലെ തന്നെയാണ് ഈ ഓച്ചിറയിലെ ഈ പാട്ടും. അതിനകത്ത് യാതൊരു സത്യവും വസ്തുതയും ഇല്ല. അത് വെറും ഒരു കാവ്യഭാവനയാക്കി മാത്രം ഗണിക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് പറയുവാനുള്ളത്.